ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസിന്റെ എണ്ണം ഇന്ത്യ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. മാത്രവുമല്ല, പ്രധാനപ്പെട്ട ഫ്ലാഷ് പോയിന്റ് എന്നറിയപ്പെടുന്ന ഭാഗങ്ങൾ എവിടെയെല്ലാമാണോ കൂടുതൽ ചെക്കിംഗ് പോയിന്റ്സ് ഉള്ളത് അവിടെയെല്ലാം ടൈറ്റൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനും ഇന്ത്യക്കുമാണല്ലോ പ്രശ്നം. എന്തിനാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ ഇത് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം. ഇതിനുള്ള ഉത്തരം കൂടാതെ കാശ്മീർ സംബന്ധിക്കുന്ന അടുത്ത ചില അപ്ഡേറ്റുകൾ എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ചരിത്രം പഠിച്ച ആരും തന്നെ 1971 മറന്നിട്ടുണ്ടാകില്ല. കാരണം ബംഗ്ലാദേശ് എന്ന ഒരു രാജ്യത്തെ സൃഷ്ടിക്കാൻ ബംഗ്ലാദേശ് എത്രത്തോളം കഷ്ടപ്പെട്ടോ അതിനേക്കാൾ കൂടുതൽ കഷ്ടം ഇന്ത്യ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലോകത്തിലുള്ള 2 ആണവ ശക്തികളായ രാജ്യം, അമേരിക്ക ഒരു വശത്ത്, അടുത്ത വശത്ത് സോവിയറ്റ് യൂണിയൻ, ഇങ്ങനെ ഏതാണ്ട് ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകേണ്ട രീതിയിലുള്ള ഒരു ഭയം നിറഞ്ഞ സാഹചര്യമായിരുന്നു ബംഗ്ലാദേശ് വാറിൽ സംഭവിച്ചത്. ആയിരക്കണക്കിന് സൈനികരെ ഇന്ത്യ ഈ ഒരു യുദ്ധത്തിൽ ബലി നൽകി, അതും യാതൊരു ബന്ധവുമില്ലാതെ ബംഗ്ലാദേശ് എന്ന ആ ഒരു രാജ്യം സൃഷ്ടിക്കപ്പെടാൻ. പക്ഷെ ആ ഒരു നന്ദി ഇപ്പോൾ ബംഗ്ലാദേശിലെ വ്യക്തികൾക്കുണ്ടോ? അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തികൾ എന്ന് പറയുന്നതിനേക്കാളും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തുള്ളി പോലും ഇല്ല. അവിടെ ഷെയ്ഖ് ഹസീന്റെ ഭരണമാറ്റം സംഭവിച്ചതിന് ശേഷം മുഹമ്മദ് യൂനിസിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ബംഗ്ലാദേശ് സർക്കാർ ഉള്ളത്. പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുണ്ടായ അതിർത്തി പ്രശ്നം, പിന്നീട് ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. യുദ്ധത്തിന്റെ ഒരു മുനമ്പിൽ 2 രാജ്യങ്ങളും നിൽക്കുമ്പോൾ ഇതിനിടയിൽ ബംഗ്ലാദേശും ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിനെ കുറിച്ച് അറിയണം. 4000 കിലോമീറ്ററിലും അധികമുള്ള അതിർത്തി. ഈ ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ 3100-ലധികമുള്ള പ്രദേശം നമ്മൾ ഫെൻസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 900 കിലോമീറ്റർ ആ പ്രദേശങ്ങൾ നമ്മെ കൊണ്ട് വേലി കെട്ടാൻ സാധിച്ചില്ല. ഇങ്ങനെ ഒരു വേലി കെട്ടുന്ന പ്രോജക്റ്റിൽ ബംഗ്ലാദേശ് അതിന് സമ്മതിച്ചില്ല. നമ്മൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങി വെച്ചാലും ബംഗ്ലാദേശിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ അവരവരുടെ വിമർശനം അറിയിച്ചു. അതുമാത്രമല്ല, പല സ്ഥലങ്ങളിൽ ഈ വേലികളെ വലിച്ചെറിയുകയും അവിടെയുള്ള ലോക്കൽ റെസിഡൻസി വേലികളെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യ തങ്ങളുടെ ബോർഡറല്ലേ ഫെൻസിങ് ചെയ്യുന്നത്. ഇതിൽ ബംഗ്ലാദേശിലുള്ള വ്യക്തികൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ 1975 ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഒരു പ്രധാനപ്പെട്ട കരാർ ഒപ്പുവെച്ചു. അതനുസരിച്ച് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും 150 അടി വരെയും ആരും യാതൊരു ബ്ലോക്കും നൽകാൻ പാടില്ല. അതായത് അത്യാവശ്യം ഒഴികെയുള്ള മറ്റേത് ബ്ലോക്കിംഗ് സംവിധാനവും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് 1975 ഒരു കരാർ. എന്നാൽ ഇന്ത്യ ഇപ്പോൾ പറയുന്നത് ഇല്ല, ഞങ്ങൾ ഇവിടെ യാതൊരു ഇൻസ്റ്റാളേഷൻസും, അതായത് പെർമനന്റ് ഇൻസ്റ്റാളേഷൻസും നടത്തുന്നില്ല. ബംഗ്ലാദേശിൽ നിന്നും ശരാശരി ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതിർത്തി കടക്കൽ വഴി അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ്, ഏത് രീതിയിലായാലും ബംഗ്ലാദേശിലുള്ള ഒരുപാട് പേർ കുടിയേറ്റക്കാരായി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതും ഇല്ലീഗൽ റൂട്ട്സ് ആക്സസ് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇവയെല്ലാം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് മാത്രമാണ് ഒരേയൊരു വഴി. ഫെൻസിങ് ചെയ്താൽ മാത്രമേ ഞങ്ങളെ കൊണ്ട് ഇതിനൊരു പരിധിവരെയും തടയാൻ കഴിയൂ. ഇതാണ് ഇന്ത്യയുടെ അഭിപ്രായം. പക്ഷേ ഇത് ബംഗ്ലാദേശ് സർക്കാർ അംഗീകരിക്കുന്നോ ഇല്ലയോ, അവിടെയുള്ള ചില ഗ്രൂപ്പുകൾ ഇത് അംഗീകരിക്കുന്നില്ല. ഇന്ത്യ സ്വയം സംരക്ഷിക്കാനായി നൽകിയ ഒരു ഫെൻസിങ് ഇവർ ഡാമേജ് ചെയ്യുന്നു, നാശനഷ്ടങ്ങൾ വരുത്തുന്നു. ഇതെല്ലാം ഒരു തുടർക്കഥയാണ്. ഈ സാഹചര്യത്തിൽ അവിടെ ഭരണമാറ്റം സംഭവിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നത്തെ പൊതുജനങ്ങളുടെ മുൻപിൽ അവരെങ്ങനെ കാണിച്ചുവെന്നറിയണ്ടേ? അവിടെ ഒരു വലിയ വിദ്യാർത്ഥി പ്രതിഷേധം നടന്നു. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം കാരണം അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് വീണു എന്നാണ് പുറം ലോകത്തിന് അറിയാവുന്ന വാർത്ത. പക്ഷെ അതേ സംഘടനയിലുള്ള വ്യക്തികൾ പാകിസ്ഥാൻ ഇന്റലിജൻസിനെ ലണ്ടനിൽ പോയി കണ്ട് സംസാരിച്ചു. പാകിസ്ഥാനിൽ ചെന്ന് ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വാങ്ങി. ഇങ്ങനെ ഇതിന് പുറകിൽ ആരുണ്ടായിരുന്നു എന്നുള്ള വാർത്ത വളരെ വ്യക്തമായി പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഭരണമാറ്റം സംഭവിച്ചതിനു ശേഷം പ്രോ പാകിസ്ഥാൻ ഗവൺമെന്റ് ആയിരുന്നു ബംഗ്ലാദേശിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതിനും ഈ ബോർഡർ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുന്നതിനും എന്താണ് കാരണം? ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ഈ പാകിസ്ഥാന്റെ പിന്തുണയുള്ള സംഘടനകൾ ഒരുപാട് ബംഗ്ലാദേശിനുള്ളിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ജമാ അബ്ദുൽ മുജാഹിദീൻ എന്ന സംഘടന. ഇത് ഇന്ത്യൻ സർക്കാരാൽ നിരോധിച്ച ഒരു സംഘടനയാണ്. ഇവരുടെ ഒരു 8-9 ശാഖകളുണ്ട്. ഇവയെല്ലാം ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം പ്രോ പാകിസ്ഥാൻ കൂടാതെ ആന്റി ഇന്ത്യൻ മൈൻഡ് സെറ്റിലുള്ള സംഘടനകളാണ്. ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം ഈ സംഘടനകൾ ബംഗ്ലാദേശിനുള്ളിൽ നിന്നും പറയുന്നത് പാകിസ്ഥാൻ അനുകൂലമായി ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഇന്ത്യൻ അതിർത്തിയിൽ ഞങ്ങളെ കൊണ്ട് എത്രത്തോളം പാകിസ്ഥാന് പിന്തുണ നൽകാൻ കഴിയുമോ, എത്രത്തോളം ഞങ്ങൾക്ക് ഇന്ത്യക്ക് എതിരായിട്ടുള്ള റെസിസ്റ്റൻസ് നൽകാൻ കഴിയുമോ എല്ലാത്തിനും ഞങ്ങൾ തയ്യാറാണ്. മാത്രമല്ല, കഴിഞ്ഞ 2-3 മാസത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് തുർക്കിയിൽ ഒരു ഡ്രോൺ ഇവർ വാങ്ങി ഉപയോഗിക്കും. തുർക്കിയുടെ ഡ്രോൺ ഇവർ ഇന്ത്യൻ പ്രദേശങ്ങൾക്കുള്ളിലേക്ക് അയക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ
നമുക്ക് നൽകിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് നാളെ ഒരു ദിവസം പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ ഒരു യുദ്ധം ഉണ്ടായാൽ നമുക്ക് സെക്കൻഡ് ഫ്രണ്ടായി ഈ ബംഗ്ലാദേശ് ഉണ്ടാകും. ഒഫീഷ്യലായി അവരുടെ ആർമിയെ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും അവർ യുദ്ധം ചെയ്യില്ല. ഒരു കവേർഡ് ഓപ്പറേഷൻ മാത്രമേ നടക്കൂ. നേരിട്ട് വന്ന് യുദ്ധം ചെയ്യേണ്ട ഒരു ധൈര്യമോ ശക്തിയോ ഇല്ലാതെ അവിടെയുള്ള മിലിറ്റൻസ് ഗ്രൂപ്പിനെ ഉപയോഗിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അവർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇതിനെയെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി ഇന്ത്യ ഒരു വാർണിംഗ് നൽകി. കൂടാതെ ഹൈ അലേർട്ടിൽ ബംഗ്ലാദേശിന്റെ ബോർഡറും കൊണ്ടുവന്നു. ഇതിൽ ബംഗ്ലാദേശ് ചെയ്യുന്നതിൽ ലോജിക്കില്ലാത്ത ഒരു കാര്യം, നമ്മുടെ ബോർഡർ സംരക്ഷിക്കാൻ നമ്മൾ ഫെൻസിങ് ചെയ്യുന്നു, എന്നാൽ അവർ അവിടെയുള്ള ജനങ്ങളെ ഇങ്ങോട്ടേക്ക് അയക്കാൻ തന്നെ ഇത്രയേറെ സംസാരിക്കുന്നുണ്ട്. അകത്ത് ഈ ജനങ്ങൾ മാത്രമല്ല വരുന്നത്, പൊതുവെ ഒരു രാജ്യത്തിന്റെ ബോർഡർ. ഇപ്പൊ അമേരിക്കയൊക്കെ നോക്കുകയാണെങ്കിൽ ഇമിഗ്രൻസിന്റെ പ്രശ്നം വലുതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് കുടിയേറ്റക്കാരെ അകത്തേക്ക് കടക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകും. അവർക്ക് അവരുടെ രാജ്യമാണ് പ്രധാനം, അല്ലെങ്കിൽ അവിടെ യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നാൽ മാത്രമേ അവർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ അവിടെ തന്നെ 1008 പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇവിടം നമുക്ക് ശരിയല്ല, സുരക്ഷയില്ല, അതുകൊണ്ട് അവിടെ പോയാൽ നമുക്ക് ജീവിക്കാം, ജീവിതമാർഗം ലഭിക്കും എന്നൊക്കെ കരുതി ഇന്ത്യയിലേക്ക് അവർ കുടിയേറ്റക്കാരായി വരുന്നു. ഇത് തെറ്റായ കാര്യമല്ല. എന്നാൽ അവിടെ നിന്ന് ഈ ജീവിതമാർഗം തേടി വരുന്ന ജനങ്ങളുടെ കൂടെ തീവ്രവാദികളും അകത്തേക്ക് വരുന്നുണ്ട്, നുഴഞ്ഞു കയറുന്നുണ്ട്. ഇങ്ങനെ അകത്തേക്ക് വരുന്നവർ കാരണം ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. ഈ ഇൻസ്റ്റെബിലിറ്റിയെ കൗണ്ടർ ചെയ്യണം, അല്ലെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ബോർഡർ ഫെൻസ് ചെയ്യുക, ക്ലോസ് ചെയ്യുക മാത്രമാണ് ഒരേ ഒരു വഴി. എന്നാൽ ഇത്രയേറെ സംസാരിക്കുന്ന ബംഗ്ലാദേശ് അല്ലെങ്കിൽ അവിടെയുള്ള സർക്കാർ, അത്രയും സംഘടനകൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ യാതൊരു ഉത്തരവും പറയില്ല. കാരണം ആ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. എന്നാൽ ആ അവസ്ഥയിൽ പോലും അവർ പാകിസ്ഥാനെ സപ്പോർട്ടായി സംസാരിക്കുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ശക്തിയില്ലെങ്കിലും അവരവിടെ നിന്നും പാകിസ്ഥാന് വേണ്ടി സ്വരം കൊടുക്കുന്നുണ്ട്. ബോർഡറോട് ചേർന്ന് താമസിക്കുന്ന അധികം ആളുകളും ഇന്ത്യയിൽ കുടിയേറ്റക്കാരായാണ് താമസിക്കുന്നത്. പാസ്പോർട്ട് ഒന്നും തന്നെ ഇല്ല, ഇല്ലീഗലായി താമസിക്കുന്നുണ്ട്. അവരെ ഒഴിപ്പിക്കാനായി ഒരുപാട് പ്രശ്നം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടിയും അവർ സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ 900 കിലോമീറ്റർ ഫെൻസിങ് ചെയ്യാനായി സാധിക്കാത്തത്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ പല കോടി മാറ്റിവെച്ചിട്ടുണ്ട്. എന്നിട്ട് കൂടിയും ഈ ലോക്കൽസിന്റെ പ്രശ്നം കാരണം വീണ്ടും ആ ബോർഡർ കംപ്ലീറ്റ് ആയി ഫെൻസിങ് ചെയ്ത് അവസാനിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നവുമായി ചേർത്ത് ഇനി അവിടെയും ഒരു പ്രശ്നം വന്നാൽ, അവിടെ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തില്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന തലവേദന പോലെ നമുക്ക് വീണ്ടും ഇതൊരു തലവേദനയായി മാറും. 2 ഫ്രണ്ട് വാർ നമുക്ക് ഒരേ സമയത്ത് ടാക്കിൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടായി ഒരു പക്ഷെ മാറിയേക്കാം. ബംഗ്ലാദേശ് ഫുൾ ടൈം വാറിൽ വരില്ല, പക്ഷെ അകത്തേക്ക് അവർ നുഴഞ്ഞു കയറി ചെയ്യുന്ന ചില കാര്യങ്ങൾ, അവിടെയുള്ള മിലിറ്റൻസ് ഗ്രൂപ്പ് കാരണം വരുന്ന തലവേദന നമുക്ക് അധികമായി മാറും. ഇതെല്ലാം കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ ഇന്ത്യ സെക്യൂരിറ്റി അവിടെ അധികമാക്കിയത്. കൂടാതെ നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി തള്ളിക്കളഞ്ഞു. ഈ പെഹൽഗാമിൽ നടന്ന തീവ്രവാദ അറ്റാക്ക് നേരിട്ട് അന്വേഷിക്കണം, ഇതിൽ ഇന്ത്യ പല തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. അത് സുപ്രീം കോടതി റിജക്ട് ചെയ്തിട്ടുണ്ട്. ജഡ്ജി പറഞ്ഞ എക്സാക്ട് കമന്റ് എന്താണെന്ന് അറിയണ്ടേ? ഇതിൽ ഞങ്ങൾ എക്സ്പേർട്സ് ഒന്നും അല്ല, ഇത് അന്വേഷിക്കാൻ, ഇതിന് റെസ്പോൺസ് നൽകാൻ ഗവൺമെന്റ് പ്രത്യേക ഒരു ടീമിനെ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിനുള്ള പൂർണ്ണ അധികാരമുണ്ട്. നാഷണൽ സെക്യൂരിറ്റിയെ സംബന്ധിക്കുന്ന ഹർജി ഇവിടെ അംഗീകരിക്കുന്നത് തന്നെ മോശമായൊരു തീരുമാനമായിരിക്കുമെന്ന് ആ ഒരു ഹർജി പൂർണ്ണമായും അവർ തള്ളിക്കളഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ സത്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് ആർമഡ് ഫോഴ്സസിനെതിരെ അവർ തന്നെ സംസാരിക്കുന്നത്. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇതൊക്കെ വളരെ അധികം നടക്കും. പക്ഷെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷമാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പുറത്തറിയാൻ കഴിയുന്നത്. കൂടാതെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ചീഫ് ഇപ്പോൾ കാശ്മീരിലേക്ക് വന്നിട്ടുണ്ട്. ഈ അറ്റാക്കിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഫുട് പ്രിന്റ്സ് എടുക്കുന്നതിന് വേണ്ടിയും അത് സംബന്ധിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവരുടെ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റിയും കാശ്മീരിലേക്ക് വന്നിട്ടുണ്ട്. ഇവർ ഇൻഡിവിജ്വലായി ഇൻ പേഴ്സണായി അന്വേഷിക്കും. കൂടാതെ കംപ്ലീറ്റ് ആയി ഒരു സ്ഥലത്തെ അവരുടെ സർവൈലൻസിനുള്ളിലേക്ക് കൊണ്ടുവരും. അവിടെ ഇതിനു മുൻപ് എന്തൊക്കെ സംഭവിച്ചു, ഏതൊക്കെ മൂവ്സ് ഉണ്ടായിരുന്നു, പുതുതായി വന്ന വ്യക്തികൾ ആരെല്ലാം, എല്ലാം അന്വേഷിക്കും. ഇപ്പോൾ ഇവിടെ ഈ ഒരു അന്വേഷണ കമ്മിറ്റിയെ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ നിന്നും എങ്ങനെ ഒരു സഹായം പുറത്തു പോയി എന്നറിയണം. കാരണം പുറത്തു നിന്ന് ഒരാൾ വന്ന് അകത്ത് ആക്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി അകത്ത് നിന്ന് കോർഡിനേറ്റ്സ് ഒന്നും ഇല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതും കൃത്യം ആ സ്ഥലത്ത് എപ്പോഴാണ് കൂടുതൽ ജനങ്ങൾ വരുന്നത്, ആൾ സഞ്ചാരം എവിടെയെല്ലാം അധികമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ലോക്കൻസിന്റെ സഹായം ഇല്ലാതെ തീർച്ചയായും ഒരിക്കലും സംഭവിക്കില്ല. ഇതും അതിർത്തിയോട് ചേർന്ന പ്രദേശമല്ല, അതിർത്തിയിൽ നിന്നും പല കിലോമീറ്റർ മാറിയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ രീതിയിൽ അന്വേഷണങ്ങളെല്ലാം തീവ്രമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, പാകിസ്ഥാന്റെ സഹായം ഇല്ലാതെ ഇത് ആരെ കൊണ്ടും ചെയ്തിരിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ ബേസ്ഡ്, പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസമാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം ചെയ്തത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രധാനമായും ഒരു ചോക്ക് പോയിന്റ് ഇപ്പോൾ ഇന്ത്യ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, 3 ഭാഗവും ഇന്ത്യൻ സൈന്യം ചുറ്റിവളഞ്ഞ് നടുവിൽ പാകിസ്ഥാൻ അകപ്പെടുന്ന ഒരു സ്ഥലം,
അത് ഇന്ത്യയുടെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. അത് ഏത് സ്ഥലം എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. പ്രധാനമായും ബംഗ്ലാദേശ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഉള്ളതിലും വെച്ച് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ സഹായത്തോടു കൂടി വളർന്ന ഒരു രാജ്യം എന്നിട്ട് നമുക്ക് പുറകിൽ തന്നെ കുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.